നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നാളെ മെയ് മാസം 1-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 12:59 മുതൽ 1 മണി സമയത്താണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്നുള്ളത് കാണുന്നുണ്ട് പഞ്ചാംഗം നോക്കിയപ്പോൾ. അപ്പം വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടെന്നും ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ദോഷമുണ്ടെന്നും പ്രത്യേകമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പറയാം. നമുക്ക് മകയിരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലും വരുന്ന മിഥുനക്കൂറുകാർക്കും, അതുകൂടാതെ ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും വരുന്ന തുലാക്കൂറുകാർക്കും, മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് വരുന്ന ധനുക്കൂറുകാർക്കും, പൂരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ വരുന്ന മീനക്കൂറുകാർക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കുറച്ച് ദോഷമുള്ളതായിട്ട് പഞ്ചാംഗം ഗണിച്ചതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നെങ്കിൽ ചൊല്ലുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ എല്ലാ ദിവസവും ധ്യാനിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദാനധർമാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ കഴിവ് പോലെ ചെയ്യുക. എല്ലാവിധത്തിലുള്ള ദോഷകാലഘട്ടങ്ങളും ഈശ്വരാധീനം ഇല്ലാണ്ടായാൽ മാത്രമേ നമ്മളെ ബാധിക്കത്തുള്ളൂ. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും നമ്മളെ ബാധിക്കുന്നതല്ല. നന്ദി, നമസ്കാരം.